ഫ്രണ്ട്സ്, എല്ലാവർക്കും മാക്സിമം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലാണ്. അപ്പം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈങ്കുനി ഉത്സവം നടക്കാൻ തുടങ്ങുകയാണ്. അപ്പം ആ ഒരു ഉത്സവം കവർ ചെയ്യാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഉത്സവം തുടങ്ങിയിട്ട് അവസാനം 10 ദിവസമാണ് ഈ ഉത്സവം നീണ്ടു നിൽക്കുന്നത്. അവസാനം അത്തം നാളിൽ ഈ ഉത്സവം അവസാനിക്കുന്നതാണ്. അതും ശംഖുമുഖം ദേവീക്ഷേത്രത്തിൻ്റെ അവിടെ കൊടിയേറിയിട്ടാണ് ഉത്സവം അവസാനിക്കുന്നത്. ഈ ഒരു ചൂടുകാലത്ത് നമ്മുടെ മഴ പ്രീതിപ്പെടുത്തി, ഇന്ദ്രദേവനെ പ്രീതിപ്പെടുത്തി മഴ പെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ അനന്തപുരിയിലെ ഈ ഒരു അമ്പലത്തിൻ്റെ കിഴക്കേ നടയിൽ നമ്മുടെ പഞ്ചപാണ്ഡവന്മാരുടെ വിഗ്രഹങ്ങൾ ഇവിടെ സ്ഥാപിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പം ഇതിലെ ഫുൾ കവറേജൊക്കെ ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ സോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുതിരമാളിക, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞാനിപ്പോൾ പോകുന്നത്. നിങ്ങളിപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരമാളികയിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലമാണ്. അവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ഇടനാഴിയിൽ കൂടെയാണ് കൊട്ടാരത്തിലേക്ക് പോകേണ്ടത്. 22 ഏക്കർ സ്ഥലത്ത് പഴയ കേരളീയ വാസ്തുശില്പ പ്രകാരം നിർമ്മിച്ചിട്ടുള്ളൊരു കൊട്ടാരമാണ്. മുഴുവൻ തടിയിലും കരിങ്കല്ലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1840 ശ്രീ സോതി തിരുനാൾ മഹാരാജാവാണ് കുതിരമാളിക എന്നൊരു കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിൽ വരുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഒന്നാമത്തെ നിലയിൽ ഏകദേശം ഒരു 122ഓളം കുതിരകൾ തടിയിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പം അതൊരു യുദ്ധത്തിനൊന്നോണം രീതിയിലാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കൊട്ടാരത്തിന് കുതിരമാളിക എന്നുള്ളൊരു പേര് വന്നത് എന്നാണ് ഐതിഹ്യം. തഞ്ചാവൂരിൽ നിന്നും വന്ന 5000ഓളം ശില്പികൾ 4 വർഷം കൊണ്ടാണ് ഈ ഒരു കൊട്ടാരം പണികഴിപ്പിച്ച് തീർത്തത്. കൊട്ടാരത്തിൻ്റെ മുകളിലത്തെ നിലയിൽ ഇരുന്നാൽ നമുക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാം. ഇവിടെ ഇരുന്നുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടുകൊണ്ടാണത്രേ സോതി തിരുനാൾ കീർത്തനങ്ങൾ രചിച്ചിരുന്നത്. ഇപ്പോൾ ഞാനിപ്പം നമ്മുടെ ഈ പൈങ്കുനി ഉത്സവത്തിൻ്റെ വിശേഷങ്ങളൊക്കെ എടുക്കാൻ നേരത്ത് ഇവിടെ നമ്മളൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. അതായത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുനിൽ വാക്സ് മ്യൂസിയം, ഓക്കെ, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പം ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടപ്പോഴത്തേക്ക് എനിക്ക് ആ സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെ ബ്രോഷറൊക്കെ തന്നു. അപ്പം നിങ്ങൾക്ക് അത് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. അത് വേറൊന്നുമല്ല, ഇപ്പം നമ്മുടെ ഈ ഈസ്റ്റ് ഫോർട്ടിൽ തന്നെ നമ്മൾ ഫസ്റ്റ് കോട്ടയ്ക്കകത്ത് കിഴക്കേ നടയിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും സുനിൽ വാക്സ് മ്യൂസിയം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്രോഷർ ഞങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ബ്രോഷർ, ഓക്കെ. അപ്പം അതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-36ഓളം നമ്മുടെ സെലിബ്രിറ്റീസിൻ്റെ വാക്സ് പ്രതിമേൻ്റെ അത് സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഹെയറൊക്കെ എന്ന് വെച്ചാൽ ഒറിജിനൽ ഹെയർസാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓക്കെ. അപ്പം ഇത് ആക്ച്വലി ഇതിൻ്റെ ഓർഗനൈസർ എന്ന് പറയുന്നത് സുനിൽ എന്നാണ്, സുനിൽ കണ്ടല്ലൂർ, ഓക്കെ. അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. ഇവിടെ വന്നിട്ട് ഓൾറെഡി നല്ല സ്കൾപ്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു മ്യൂസിയമായിട്ട് അത് ഓപ്പൺ ചെയ്തു. ഒത്തിരി ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി വലിയ സ്കൂൾ ഗ്യാതറിങ്സും എല്ലാവരും വന്നിട്ട് വിസിറ്റ് ചെയ്യാറുണ്ട്. ഇത് കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പല മ്യൂസിയവും മറ്റേ ആർക്കിടെക്ചർ, അത് എസ്പെഷ്യലി ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മ്യൂസിയം കൊണ്ട് കാണണം. നമ്മുടെ ഈ ക്ഷേത്രം കൊണ്ട് കാണുന്ന വഴിക്ക് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ആരുടെ ചോദിച്ചാൽ മതി. നമുക്ക് വോക്കബിൾ ഡിസ്റ്റൻസിലാണ്. അപ്പം ഇതിനകത്ത് ആരുടെയൊക്കെ പ്രതിമകളാണ് ഇത് മെഴുക് പ്രതിമകളുള്ളതെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്, ഓക്കെ. അപ്പം എൻട്രി ഫീസ് എന്നുള്ളത് 100 രൂപയാണ് ഇതിൻ്റെ ഒരു എൻട്രി ഫീസ്, ഓക്കെ. അത് വളരെ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും റിലയബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടാണ്, ഓക്കെ. അപ്പോൾ 100 രൂപയ്ക്ക് നമുക്ക് എല്ലാ മ്യൂസിയം കാണാൻ ചെയ്യാം. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഫുൾ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്, സുനിൽസ് വാക്സ് മ്യൂസിയം, കിഴക്കേക്കോട്ട, ഓക്കെ. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ കുതിരമാളികയുടെ ഫ്രണ്ടിൽ പോയിട്ട് പിന്നെ അവിടുത്തെ കുറേ വിശേഷങ്ങളെല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്, ഓക്കെ. അപ്പം ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ നല്ല ഉത്സവമായതുകൊണ്ട് 5 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈകിട്ട് 5 മണി തൊട്ട് 7-8 മണി വരെ കാണും പരിപാടിയൊക്കെ, ഓക്കെ. അപ്പോൾ ഞാനിപ്പം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ, ഓക്കെ.
പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 10 ദിവസവും പൂജയും കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. 3 സ്റ്റേജാണ് ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഒന്ന് കിഴക്കേ നട സ്റ്റേജിലുണ്ടായിരിക്കും, പിന്നെ വടക്കേ നട, പിന്നെ തുലാഭാര മണ്ഡപം. അങ്ങനെ 3 സ്റ്റേജിലായിരിക്കും കലാപരിപാടികളൊക്കെ നടക്കുന്നത്. വർഷത്തിൽ 2 തവണയാണ് ഇവിടെ ഉത്സവങ്ങൾ നടക്കുന്നത്. തുലാമാസത്തിലെ അൽപ്പശി ഉത്സവവും മീനമാസത്തിലെ പൈങ്കുനി ഉത്സവവും. തിരുവിതാംകൂറിൻ്റെ രാജപ്രതിനിധി ഉടവാളേന്തി നടത്തുന്ന ഈ 2 ഉത്സവങ്ങളും അനന്തപുരിയുടെ ആഘോഷങ്ങളാണ്. 10 ദിവസത്തെ അൽപ്പശി പൈങ്കുനി ഉത്സവങ്ങൾ ശംഖുമുഖത്തെ ആറാട്ടോടുകൂടി അവസാനിക്കുന്നതാണ്. തമിഴ് വർഷത്തിലെ പൈങ്കുനി എന്നാൽ മലയാള വർഷത്തിലെ മീനമാസമാണ്. മീനമാസത്തിലെ രോഹിണി നക്ഷത്ര ദിവസം കൊടിയേറി സുന്ദരവിലാസം കൊട്ടാരത്തിൽ വെച്ച് മഹാരാജാവ് പള്ളിവേട്ട നിർവഹിച്ച് അത്തം നക്ഷത്ര ദിവസം ശംഖുമുഖം കടപ്പുറത്ത് ആറാട്ടോടുകൂടി 10 ദിവസത്തെ ഉത്സവം ആണ് ഈ പൈങ്കുനി ഉത്സവം. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ പാണ്ഡവന്മാരുടെ 5 വലിയ പ്രതിമകൾ ഉയരും. ഈ പ്രതിമകൾക്ക് മുന്നിലെ വേലകളിയാണ് പൈങ്കുനി ഉത്സവത്തിൻ്റെ പ്രധാന ചടങ്ങ്. മഴയുടെ രാജാവായ ഇന്ദ്രനെ പ്രസാദിപ്പിക്കാനാണ് ഇങ്ങനെ പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിമകൾ സ്ഥാപിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. ഭീമസേനൻ്റെയാണ് ഏറ്റവും വലിയ പ്രതിമ. ഏറ്റവും ചെറുത് സഹദേവൻ്റേത്. യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ ഈ ക്രമത്തിലായിരിക്കും പ്രതിമകൾ സ്ഥാപിക്കുക. അനേകായിരം ആളുകളാണ് ദിവസേന ഈ ഒരു പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ വേണ്ടി വരുന്നത്. ആ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ ഉള്ള ഒരു വലിയൊരു കവാടം തന്നെയുണ്ട് ഈ ഒരു കിഴക്കേക്കോട്ടയിൽ. അതാണ് അതിലൊരു പ്രസിദ്ധം. ഈ കാണുന്നതാണ് പത്മതീർത്ഥക്കുളം. അമ്പലത്തിൻ്റെ വലതു സൈഡിൽ തന്നെയാണ് ഈ ഒരു കുളവും സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിന് മുന്നിൽ തന്നെയാണ് കിഴക്കേ നട സ്റ്റേജ്. അത് ഒരു ഓപ്പൺ സ്റ്റേജാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭരതനാട്യം പെർഫോമൻസ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും ഇവിടെ കലാപരിപാടികളുണ്ട്. സ്റ്റുഡിയോ 8 എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയാണ് ഈ ഒരു ഭരതനാട്യം കുട്ടികളുടെയും മുതിർന്ന ആൾക്കാരുടെയും ഈ ഒരു പെർഫോമൻസ് ഇന്നത്തേക്ക് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പം പൈങ്കുനി ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ്. അപ്പോൾ ശംഖുമുഖത്തെ ആറാട്ടോടുകൂടി ഈ ഉത്സവം അവസാനിക്കുന്നതാണ്.
സോ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.